നമ്മൾ ഈ ചാലക്കുടിക്ക് അടുത്ത് കിടന്നിട്ട് ഇത്രയും നാളായിട്ട് സിൽവർ സ്റ്റോമിലെ സ്നോ സ്റ്റോമിലൊന്നും കയറില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശം തന്നെയാണ്. അപ്പോൾ എന്നും നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ കയറി വരും. അപ്പോൾ ഇന്ന് വേറെ ഒരു സ്ഥലത്തേക്കില്ല, നേരെ സിൽവർ സ്റ്റോമിലെ സ്നോ സ്റ്റോമിലേക്ക്. സിൽവർ സ്റ്റോമിൽ ഈ സ്നോയുടെ ഒരു സെറ്റപ്പ് തുടങ്ങിയതിന് ശേഷം ഇവിടെ എന്നും നല്ല തിരക്ക് തന്നെയാണ്. അതിനു മുന്നേ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കമ്പയർ ടു ഡ്രീം വേൾഡ് ഒക്കെ നോക്കുമ്പോൾ നോർമൽ തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ നമുക്ക് ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ സിൽവർ സ്റ്റോമിലെ മറ്റുള്ള ആക്ടിവിറ്റീസിലും അത് പ്ലസ് ഈ സ്നോ സ്റ്റോമും കൂടി രണ്ടും ടുഗദറായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പം എന്തോ ഒരു രണ്ടും കൂടി ഒരുമിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു ബിരിയാണിയുടെ എന്തോ ഓഫറൊക്കെ ഉണ്ട്. ഒരു ചിക്കൻ ബിരിയാണി ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത്. അല്ലാണ്ട് നമ്മൾ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് 570 രൂപയാണ് ഒരു ചാർജ് ചെയ്യുന്നത്. അത് 1 hour ആണ്. ഈ 1 hourൽ ആദ്യത്തെ 40 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനുള്ള ഓരോരോ ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഒരു 20 മിനിറ്റ് എന്ന് പറയുന്നത് DJ ഉണ്ട്. അതിൻ്റെ ഒപ്പം ലൈവായിട്ട് സ്നോയൊക്കെ ഇങ്ങനെ റെയിൻ പോലെ വീഴും. അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഏകദേശം 1 hour ഗ്യാപ്പിലാണ്. പിന്നെ ഷൂവിൻ്റെ ഉള്ളിലിടാനുള്ള സോക്സ് നിങ്ങൾ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കാശ് കൊടുത്ത് വാങ്ങാവുന്നതാണ്. അതേപോലെ ഗ്ലൗസ് ഇടുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള ചെറിയൊരു പ്ലാസ്റ്റിക് കവറും അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മൊബൈലൊന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നില്ല. മൊബൈൽ കേടുവരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈലും അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഷെൽഫ് കിട്ടും. 50 രൂപ നമ്മൾ മാത്രം കൊടുത്താൽ മതി. അത് നമ്മൾ എത്രയാണോ പൈസ കൊടുക്കണം, ഇപ്പം 500 ആണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ഒരു 450 അവർ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തിരിച്ചു തരും. അപ്പോൾ നമ്മളും ഈ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം കട്ട വെയിറ്റിംഗ് ആണ്. അടുത്തൊരു സെക്ഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സെക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് കയറാനുള്ള ഒരു എൻട്രി കിട്ടുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് ആളായിട്ടുണ്ട്. എല്ലാവരും ഡ്രസ്സും ഷൂ ഒക്കെ ഇട്ട് എല്ലാവരും കയറാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന ആ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറാനുള്ള ടൈമായി. അപ്പോൾ അതിന് മുന്നായിട്ട് ചെറിയൊരു പ്രീ സെറ്റിൽമെന്റ് ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് ഒരു ഏകദേശം ഒരു 10-20 ആളെ കയറ്റിയതിന് ശേഷമാണ് വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഞാനും വൈഫും എന്താ പറയുക കുറച്ച് എക്സൈറ്റഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റാണ് തോന്നുന്നത്. -4 ഡിഗ്രിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മൊബൈലിലൊക്കെ കംപ്ലൈൻറ്റ് വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സ്നോയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ തന്ന ആ കോട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളും ഈ സ്നോയുടെ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ നടത്തട്ടെ. അത്യാവശ്യം ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള ചെറിയ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് മഞ്ഞുമാരി എറിയ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ആ മഞ്ഞുമാല എടുത്ത് എറിയാനൊക്കെ പറ്റും. ഏതൊരു മാതാവിൻ്റെ രൂപത്തിലുള്ള എന്തോ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മത്സ്യകന്യകയാണോ അതോ മാതാവാണെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ പോസ്റ്റ് ചെയ്യാം. അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ ഒക്കെ സ്റ്റാച്ചു ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഈ മഞ്ഞിൽ ഓടിക്കളിക്കുന്ന മൃഗങ്ങളുടെയാണ് അവർ മെയിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇതിന് ചുറ്റൊന്ന് കണ്ണോടിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് ഏരിയും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒരു കുറച്ച് ഏരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണാം. അതേപോലെ ഒന്ന് ഇഴുകണ ഒരു 2 സ്ഥലത്ത് ഇങ്ങനെ ഇഴുകണ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെങ്കിൻസൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തന്നെ ഉണ്ട്, മീൻസ് സ്റ്റാച്യു. അതുപോലെ കുറച്ച് ഐസൊക്കെ വാരി വീക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടാരത്തിനുള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. നല്ല രസമുണ്ട് കൂടാരം കാര്യങ്ങളൊക്കെ. അതുപോലെ അതിനുള്ളിൽ ഇങ്ങനെ പല പല കളറിലൊക്കെ മാറി വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എസ്പെഷ്യലി നമ്മളെ പിള്ളേരൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവർക്ക് നല്ലൊരു അഡ്വഞ്ചർ തന്നെയായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രസ്സ് ഷൂ അതുപോലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ അവരെ ധരിപ്പിക്കുക. അല്ലെങ്കിൽ ഈ തണുപ്പ് എന്ന് പറയുന്നത് നല്ല തണുപ്പുണ്ട്. ആദ്യത്തെ ഈ ടൈമിലൊന്നും അത്ര തണുപ്പ് തോന്നില്ല, പക്ഷെ നമ്മളൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ സൈഡിലുള്ള കൈവരിയൊക്കെ ഒന്ന് പിടിച്ച് കയറണമെങ്കിൽ നല്ലതായിരിക്കും. കാരണം കുറച്ച് സ്ലിപ്പറിയാണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ തലയടിച്ച് മൂക്കടിച്ചൊക്കെ വീഴുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഇങ്ങനെ ഇഴുകണ ഒരു ഏരിയ ഉണ്ട്. അതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ബ്രിഡ്ജ് മോടെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു കുറച്ച് ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഇവർ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഐസോളെടുത്ത് പോയി കഴിഞ്ഞാൽ ഊതുമ പോക്കൊക്കെ വരും. അതേ സെയിം ഫീൽ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അത്ര തണുപ്പുണ്ട് കേട്ടോ. അതേപോലെ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് വളരെ മനോഹരമായിട്ട് തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നടക്കുന്ന സമയത്ത് ആ ഹാങ്ങിങ്ങിൻ്റെ ഒരു ഷേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം ഒരു സെൻറ്റർ പോലെ തന്നെയാണ് അവർ ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് താഴത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഐസ് വാരി വീക്ക അതേപോലെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പം നാട്ടിൽ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ സ്നോ സ്റ്റോം എന്ന് പറയുന്നത്. പിന്നെ റൈറ്റ് സൈഡ് ആയിട്ടുള്ള ഇഴുകണ സാധനം എന്ന് പറയുന്നത് കുറച്ച് തിരക്കുണ്ട്. അല്പസമയം ക്യൂ നിന്നാലാണ് അതിലേക്ക് നമുക്ക് എൻട്രി കിട്ടുള്ളൂ. ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേവരെ അമ്യൂസ്മെന്റ് പാർക്കിലൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ആണെങ്കിലും എനിക്ക് അത്യാവശ്യം ഒരു അഡ്വഞ്ചർ ആയിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പിള്ളേരായിട്ട് വന്നവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം അത്യാവശ്യം ഒരു ഐസുള്ളടത്ത് പോയൊരു എങ്ങനെയാണ് ഒരു ഫീല്, ആ ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം അത്രയും നല്ല തണുപ്പൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരുപാട് തണുപ്പൊക്കെ ഫീൽ ചെയ്ത് കുറച്ച് ഒരു ചെറിയ നല്ല ചായ കുടിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചായയും കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ കിട്ടും. അതുപോലെ 2 മിനിറ്റൊക്കെ ഇരിക്കാനും നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ പ്രായമുള്ളവരും തുടങ്ങി വയസ്സായ ആളുകൾ വരെയുള്ള എല്ലാവരും എല്ലാ ആക്ടിവിറ്റീസിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് എവിടെ എന്ത് ചാൻസ് കിട്ടിയാലും ആളുകൾ പ്രായഭേദമന്യേ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വക കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാവും. നമ്മൾ ഓരോരുത്തരും ഇതേപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ടെൻഷനുകളും ഓരോ വിഷമങ്ങളും കാര്യങ്ങളിൽ നിന്നൊക്കെ ഓടി വിളിക്കാൻ പറ്റിയ അത്യാവശ്യം ചെറിയ ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഇതേപോലുള്ള സ്നോ സ്റ്റോം, അതുപോലെ ഈ പാർക്ക് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അല്പസമയമെങ്കിലും നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിര് കിട്ടാനും അതേപോലെ നല്ലൊരു ഉന്മേഷം കിട്ടാനൊക്കെ ഇതേപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവസാനത്തിൽ 20 മിനിറ്റ് എന്ന് പറയുന്നത് DJ ആണ്, പ്ലസ് സ്നോ ഫാളിംഗ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കറക്കം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് DJയിലേക്ക് പോവാം. DJ ഒക്കെ നല്ല സെറ്റപ്പ് ഉണ്ട്, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാൻസ് ചെയ്യാനും താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ എൻജോയ് ചെയ്യാം. നമ്മുടെ സ്നോ ഫാളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല രീതിയിൽ തന്നെ സ്നോ തള്ളുന്നുണ്ട്. ഇത്ര നേരം ഉണ്ടായിരുന്ന തണുപ്പല്ല, ഇപ്പോൾ തണുപ്പൊക്കെ ഡബിളായിട്ടുണ്ട്. കാരണം ഈ സ്നോ ഫാൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളൊക്കെ പുറത്തേക്ക് പോയി തണുപ്പൊക്കെ സഹിക്കാൻ പറ്റാണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വൈഫൊക്കെ നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഗാങ്സ് ഒക്കെ ആയിട്ട് വരണമെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ്. ഇത്രയേ ഉള്ളൂ സിൽവർ സ്റ്റോമിലെ സ്നോ സ്റ്റോം വ്ളോഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.